5 തവണ IPL ചാമ്പ്യന്മാരായ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിന്റെ അനായാസ ജയമാണ് അവർ നേടിയത്. ഇത് അവരുടെ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ വിജയമായിരുന്നു. ഈ വിജയത്തോടെ ഈ സീസണിലെ പോയിന്റ് പട്ടികയിൽ മുംബൈ ഇന്ത്യൻസ് അവരുടെ സ്ഥാനം വളരെ മികച്ചതാക്കി മാറ്റുകയും ചെയ്തു. 10 പോയിന്റുമായി ഇപ്പോൾ അവർ 3ാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ്. മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. മികച്ച ബൗളിങ്ങിലൂടെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 143 റൺസിൽ ഒതുക്കി. മത്സരത്തിൽ ട്രെന്റ് ബോൾട്ട് 26 റൺസ് വഴങ്ങി 4 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ഹൈദരാബാദിന്റെ ടോപ്പ് ഓർഡറിലും ലോവർ ഓർഡറിലും അദ്ദേഹം വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. അഭിഷേക് ശർമ്മ 8 റൺസും അഭിനവ് മനോഹർ 43 റൺസും പാറ്റ് കമിൻസ് 1 റൺസും കൂടാതെ റൺസ് എടുക്കുന്നതിന് മുന്നേ തന്നെ ട്രാവിസ് ഹെഡിനെയും അദ്ദേഹം പുറത്താക്കി. ഇഷാൻ കിഷനെയും നിതീഷ് റെഡ്ഡിയെയും ദീപക് ചഹറും പുറത്താക്കി. ഒരു ഘട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 35 റൺസ് എടുത്ത് പതറുകയായിരുന്നു. അപ്പോഴാണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഹെൻറിച്ച് ക്ലാസന്റെ വരവ്. ക്ലാസൻ മാത്രമാണ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 44 പന്തുകൾ നേരിട്ട താരം 71 റൺസാണ് നേടിയത്. ഇതിനിടയിൽ ക്ലാസൻ 9 4ഉം 2 6ഉം അടിച്ചു. ക്ലാസന്റെ വിക്കറ്റ് ബുംറയാണ് വീഴ്ത്തിയത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് നൽകിയ വിജയലക്ഷ്യം 15.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് അനായാസം മറികടക്കുകയും ചെയ്തു. മത്സരത്തിൽ രോഹിത് ശർമ്മ വീണ്ടും 70 റൺസ് നേടി മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് തന്നെയാണ് കളിച്ചത്. അതേസമയം സൂര്യകുമാർ യാദവ് ആകട്ടെ 40 റൺസ് നേടി പുറത്താകാതെ നിന്നു. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.